നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നബി അവരോട് പറയും, നബിയായ എന്നെ നിങ്ങൾ പിൻപറ്റിയിട്ട് അവരോട് പറഞ്ഞേക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഇഷ്ടം നിർദ്ദേശങ്ങളെ പിൻപറ്റുന്നതിനാണ്. എല്ലാ കാര്യങ്ങളിലും വസ്ത്രത്തിലാവട്ടെ, നമ്മുടെ അവസ്ഥകളിൽ മുന്നിലുള്ള അവസ്ഥകളൊക്കെ സുന്നത്താണെന്ന് പറയും, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ മഹിമാണെന്ന് പറയും, തങ്ങളോട് അങ്ങേറ്റത്തെ ഇഷ്ടമാണെന്ന് പറയും. പക്ഷെ കണ്ട മനസ്സിലാവില്ല, സുന്നത്തായ താടില്ല, സുന്നത്തായ വസ്ത്രങ്ങളില്ല, സുന്നത്തായ രീതിയില്ല, കണ്ടാൽ വേറേതോ ആളെപ്പോലെ. പിന്നെ എങ്ങനെയാണ് അവർ നിർദ്ദേശങ്ങളെ മൊഴിപ്പാവുക, തങ്ങൾ ഇഷ്ടപ്പെടുന്നവരാവുക, തങ്ങളെ പിൻപറ്റുന്നവരാവുക? നിർദ്ദേശങ്ങളെ പിൻപറ്റുന്നവരാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. നമുക്കറിയില്ല, ദുനിയാവിൽ ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അയാളെ ഫാൻസ് ആവുന്നുണ്ടെങ്കിൽ എന്താണ് അയാളുടെ അവസ്ഥ? അയാളുടെ വസ്ത്രം പോലത്തെ വസ്ത്രം ഉണ്ടാവും, അയാളെ മുടി പോലത്തെ മുടി ഉണ്ടാവും, അയാളുടെ സ്വഭാവത്തിന്റെ രീതികൾ, അവരുടെ ശരീരത്തിന്റെ ഘടനകൾ, അയാൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അത് മുഴുവൻ ഇഷ്ടത്തിന്റെ പേരിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ നബിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാൻ തങ്ങളെ ഉമ്മത്തിയാണ് എന്ന് നമ്മൾ ഒരു ഭാഗത്തെ അവകാശവാദം ഉന്നയിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതങ്ങൾ സുന്നത്തുകളിൽ നിന്ന് ഖാലിയാണ്. നമ്മളെ കണ്ടാൽ മനസ്സിലാവുക ഇത് മുഹമ്മദിയാണ്, ഇത് മുഹമ്മദ് സാഹിബ് ഉമ്മത്തിയാണ് എന്ന് നമ്മളെ കണ്ടാൽ മനസ്സിലാവാത്ത നിലയിൽ നമ്മൾ സുന്നത്തുകളിൽ നിന്ന് ഖാലിയായിക്കൊണ്ടിരിക്കുക. പൗരന്മാരെ, സ്നേഹിതന്മാരെ, സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടെന്നാൽ അത് നിസ്സാരമല്ല, അത് തള്ളിക്കളയാനുള്ളതല്ല, അത് ഉപേക്ഷിക്കാനുള്ളതല്ല. സുന്നത്ത് ഇഷ്ടത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി ഞാൻ തങ്ങളെ പോലെ ഞങ്ങളുടെ സുന്നത്തിന് ജീവിതത്തിൽ കൊണ്ടുവരണം. സുന്നത്ത് ഏറ്റവും വിലയുള്ളതാണ്, സുന്നത്ത് ഏറ്റവും വിലയുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മളെ ഇഷ്ടപ്പെടും. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിർദ്ദേശ ശാസ്ത്രങ്ങളെ സുന്നത്തിനെ പിൻപറ്റി, തങ്ങളെ പിൻപറ്റി. എന്നാലോ ഈ